നമ്മുടെ നടിയില്ലേ സകരിമ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ വീട്ടിൽ ചെന്നിട്ടില്ലെന്ന്. 7 ദിവസം കൊണ്ട് മിസ്സിംഗ് ആണെന്ന്. ആ കുട്ടിയുടെ തിരോധാരണത്തിൽ നമുക്ക് പങ്കുണ്ടെന്ന്. നമ്മളാണ് ഇതിന്റെ പിന്നിൽ നമ്മളെ ചോദ്യം ചെയ്യാൻ രാഘവൻ സാർ ഇങ്ങോട്ട് വരുന്നത്. എന്താ സാർ, ഒരു പെണ്ണിനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ഇവിടെ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞ് വിലച്ച് നടക്കുകയാണ് അല്ലടാ. ഞാൻ ഇന്ന് ഇടിച്ചിട്ടേ പോവുള്ളൂ എല്ലാത്തിനും. അകത്ത് നിന്ന് കുറ്റിയിട്ടു ഇതറിയാൻ വേണ്ടി തന്നെ. നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്ക് പിടിച്ചെടുക്കണം. അതാ പോലീസാണ്. എന്റെ മുഖത്ത് നോക്കട്ടെ, കറക്റ്റ് കേട്ടാ ശ്രീകൃഷ്ണൻ. അവന് നീയും കൂടെ ചേർന്ന് കൊലപാതകം ചെയ്താണെന്ന് ഞാൻ പറഞ്ഞ സാറ് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ സാർ. അങ്ങനെ ഡിഗ്രോസെ സത്യം പറ, ഇതിനു മുമ്പ് നീ വേറെ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇതിനു മുമ്പ് നീ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല സാർ. ഇല്ല. ആദ്യമായിട്ടാണ്? എടാ, ആദ്യമായിട്ടാണോ ചെയ്യുന്നതെന്ന്? ആദ്യമായിട്ടാണോ കൊലപാതകം ചെയ്യുന്നത്? ജീവിതത്തിൽ ഞങ്ങൾ ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ല സാറേ. ഈ പെണ്ണിനെ നീ എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? ഈ കുട്ടി സകരിമ അവസരം വേണമെന്ന് പറഞ്ഞ് മൊയ്തീനെ ബന്ധപ്പെട്ട്. മൊയ്തീനുമായിട്ട് ബന്ധപ്പെട്ട? അല്ല, മൊയ്തീനെ വിളിച്ചാ? പിന്നെ നീ ആദ്യം ബന്ധപ്പെട്ടെന്ന് പറഞ്ഞതിന്റെ എന്താ അടിസ്ഥാനത്തിൽ? ഫോണിലൂടെ ബന്ധപ്പെട്ടവര്. ഫോണിലൂടെ? അപ്പൊ ഫോൺ വിളിച്ചെന്ന് പറഞ്ഞാ പോരെ? ഞാൻ എന്ത് മനസ്സിലാക്കണം? ആദ്യം ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞ എന്നിട്ട് ഫോൺ വിളിച്ചു. എന്നിട്ട് അഭ്യാസം. ഈ കരച്ചിൽ കണ്ടിട്ടല്ല ഞാൻ നിർത്തുന്നത്. കരഞ്ഞാൽ കൂടുതൽ അടിക്കും ഞാൻ. എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല കേട്ടാ പുല്ല്. എന്നിട്ട് മൊയ്തീൻ എൻ്റെ അടുത്ത് പറഞ്ഞു, സകരിമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. സകരിമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. കുട്ടിയാണോ അത്? അത് കുട്ടിയാണോ? കുട്ടി എന്നാണ്. കുട്ടിയാണോ അത്? പ്രായപൂർത്തിയായ ഒരു പെണ്ണല്ലേ? അപ്പൊ കുട്ടിയുണ്ടെന്ന് ഞാൻ ചോദിച്ചു. സകരിമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവർക്കൊരു കുട്ടിയുണ്ടെന്ന്. അല്ലെങ്കിൽ അതൊരു കൊച്ചുകുട്ടിയാണെന്ന്. ഇത് അവള് കൊച്ചുകുട്ടിയാണോ? അല്ല. അപ്പൊ സകരിമ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പറയാം ഒരു നടിയുണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, അങ്ങനെയല്ലേ നിങ്ങളുടെ സിനിമാ ഭാഷ. പിന്നെ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? കുട്ടി എന്ന് പറഞ്ഞാൽ അത് തന്നെ കള്ളം. നീ കള്ളം പറയാണ്. എന്താണ് അവൻ പറഞ്ഞത്? നീ അതേപോലെ വള്ളി പുള്ളി വിടാതെ പറ. എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടിയുണ്ടെന്ന് ഇപ്പൊ നീ എന്തിനു മാറ്റിയത്? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ മാറ്റിയെന്തിന്? ആദ്യം പറഞ്ഞത് കുട്ടിയുണ്ടെന്ന്, ഇപ്പൊ പെൺകുട്ടി എന്ന് നീ മാറ്റിയെന്തിന്? ഇവിടെ പോലീസാണ്. ഇടിയൻ രാഘവനെ നിനക്കറിയാം? എനിക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ. സോദരന്റെ കൂടെ പഠിച്ചാണ്. പറഞ്ഞില്ലേ? കാതരം പറഞ്ഞില്ലേ? കേസ് തെളിഞ്ഞില്ലെങ്കിലും വേണ്ടല്ലോ. എനിക്ക് 5 എണ്ണത്തിനെങ്കിലും ഇടിച്ചിട്ടേ ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. അതാണ് എന്റെ ദൗർബല്യം. എനിക്ക് വലിവിന്റെ അസുഖം ഉണ്ടെങ്കിൽ ആ വലിവിന്റെ അസുഖമൊക്കെ മാറ്റിത്തരാടാ. നല്ല രീതിയിൽ മാറ്റിത്തരാം. എടാ, ഇത് എന്റെ 17ാമത്തെ ട്രാൻസ്ഫറാണ് ഇവിടെ കേട്ടാ. 17ാമത്തെ ട്രാൻസ്ഫറാണ്. ഞാൻ ഇടിച്ചിട്ടേ പോകും. ഇനി അടുത്ത ഇടി കഴിഞ്ഞിട്ട് കാസർഗോഡ് പോകും. പോയിട്ട് വീണ്ടും വരും തലശ്ശേരി നിന്ന് വീണ്ടും തിരുവനന്തപുരം. എനിക്ക് എന്നെ ആരും പഠിപ്പിക്കണ്ട കേട്ടാ. ഞാൻ ഇടിച്ചിട്ടേ പോകും. കുട്ടിയുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് മൊയ്തീൻ പറഞ്ഞ് എങ്ങനെങ്കിലും ഈ കുട്ടിക്ക് ഒരു അവസരം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അവസരം എടുത്തു കൊടുക്കേണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് ഒരു അവസരം എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അവസരം എന്താണ് എടുത്തു കൊടുക്കുന്നത്? ബിരിയാണി? എങ്ങനെയെങ്കിലും ഈ കുട്ടിക്ക് അവസരം എടുത്തു കൊടുക്കുന്ന അർത്ഥം എന്താണ്? ഒപ്പിച്ചു കൊടുക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. ഒപ്പിച്ചു കൊടുക്കണം അവൻ പറഞ്ഞ? പിന്നെ അവസരം ഒപ്പിച്ചു കൊടുക്കണം. അവസരം ഒപ്പിച്ചു കൊടുക്കുന്ന ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പറഞ്ഞു അവസരം ഒപ്പിച്ചു കൊടുക്കാൻ പോണെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവൻ പറഞ്ഞു അവസരം ഒപ്പിച്ചു കൊടുക്കാൻ. ഞാൻ ഡയറക്ടർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച നടക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെ. നീ വിചാരിച്ച എന്ത് നടക്കുമെന്ന്? അഭിനയിക്കാനുള്ള ഇതെന്ന് പറഞ്ഞാൽ എന്തോന്നു? കഴിവാ? അപ്പൊ നീ വിചാരിച്ച അഭിനയിക്കാനുള്ള കഴിവുണ്ടാവുമെന്ന അന്നാണ് എൻ്റെ അർത്ഥം. ഇവിടെ പറയണ പുല്ല്, ഇത് പറയണതിന് ഒരു അർത്ഥം വേണ്ടടാ. നീ വിചാരിച്ച അഭിനയിക്കാനുള്ള കഴിവുണ്ടാവുമെന്ന. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അഭിനയിക്കും സാർ. പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിനയിക്കും. ശരി. എന്നിട്ട് അപ്പോൾ കുട്ടി ഇവിടെ വന്ന് അഭിനയിക്കാൻ വന്ന് എൻ്റെ അച്ഛനും ഇതും കൂടാണ് വന്നത്. അപ്പം മൊയ്തീൻ്റെ അടുത്ത് പറഞ്ഞത് ആ കുട്ടി ഇവിടെ നിർത്തിയിട്ട് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു വിട്. എന്തിനാ അച്ഛനെ പറഞ്ഞു വിട്ടത്? എടാ, ഒരു അച്ഛനും മോളുമായിട്ട് വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് വീട്ടിൽ പോകാൻ പറയാൻ അവകാശമൊന്നും. അച്ഛന് കമ്പനിയിൽ അങ്ങോട്ട് ജോലിയുണ്ട്. കമ്പനിയിൽ ജോലി ഉള്ളതുകൊണ്ട് ഉടനെ തന്നെ കമ്പനിയിൽ പോകാൻ പറയും. ലീവ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞോ? അല്ല, മൊയ്തീൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ അത് പറഞ്ഞോണ്ട് കമ്പനിയിൽ ലീവ് ഉണ്ടോ ഇല്ലെന്നുള്ള മൊയ്തീനാണ് അറിയാവുന്നത്. അതെനിക്കറിയത്തില്ല. മൊയ്തീൻ്റെ കമ്പനിയാണത്? അല്ല. അപ്പൊ പിന്നെ മൊയ്തീൻ എങ്ങനെ അറിയാം അവന് കമ്പനിയിൽ ലീവില്ലെന്ന്? അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ അച്ഛൻ പോകാൻ പാടില്ല, ഞങ്ങൾക്ക് ചീത്തപ്പേരാണ്, ഇവിടെ ഒരു രക്ഷകർത്താവ് വേണം നീ പറയണ്ടല്ലേ?
നീ പറഞ്ഞോ? ഇല്ല, ഞാൻ അത് പറഞ്ഞില്ല. അത് മൊയ്തീൻ പറഞ്ഞു അങ്ങനെ പറയണ്ട, അവരെ പറഞ്ഞു വിട്ടത് കുഴപ്പമില്ല, ഇവിടെ നമ്മുടെ സെറ്റല്ലേന്ന് ചോദിച്ചു. നമ്മുടെ സെറ്റല്ലേന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ അങ്ങ് സന്തോഷിക്കാം. ഇല്ല, ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ എന്ന് വെച്ച്. ഉത്തരവാദിത്തങ്ങൾ കൂട്ടാനുള്ള പരിപാടിയാണ്. ആ പെണ്ണിനെയും കൂടെ ചേർത്ത് നിന്റെയൊക്കെ ഉത്തരവാദിത്തം കൂട്ടാൻ പോകണം. റോസ്ലിന് ഒരു ഉത്തരവാദിത്തം, വേറെ ഉത്തരവാദിത്തം കൂട്ടാൻ പോകണം അല്ലേ? നീ അഭിനയിപ്പിക്കാനായിട്ട് 2 ദിവസം ക്യാമ്പ് ഇടണമെന്ന് പറഞ്ഞു. 2 ദിവസം ക്യാമ്പാ? ഇതെന്താടാ, NCC-യാ? ഒരു സിനിമയിലൊക്കെ അഭിനയിക്കാളെ പോലെ 2 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അതുകൊണ്ട് കരഞ്ഞാ വീണ്ടും അടിച്ചാൽ പറഞ്ഞു ചെയ്യാം. അടിച്ചതിന്റെ ക്യാമ്പ്. എന്നിട്ട് ക്യാമ്പ് എവിടെ വെച്ച ക്യാമ്പ്? ക്യാമ്പ് ആര്യനാടപ്പുറം. ആര്യനാടെ ക്യാമ്പുള്ള ഇവിടെ? വേറെ ഒരിടത്ത് ക്യാമ്പില്ല. ഇല്ല, അത് ഒഴിഞ്ഞ സ്ഥലമാണ്. ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കി ക്യാമ്പ്. ഒഴിഞ്ഞ സ്ഥലത്ത് നോക്കിയാണ് അഭിനയം പരിശോധിക്കുന്നത്. എടാ, നീ എന്തിനാ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരുന്നില്ല? നിന്റെ വേറെ കാതരൻ റൂമിൽ കുറ്റിയിട്ട് അഭിനയിക്കാൻ പറ്റുമെന്ന് നോക്കി. നീ ഒഴിഞ്ഞ സ്ഥലത്ത് എന്തിനു കൊണ്ടുപോയി? നീ വളരെ മോശക്കാരനാണെന്ന് കാതരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. ഈ വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുമായിട്ട് നിനക്ക് ഭയങ്കര അഹിവിധമാണെന്നുള്ള എനിക്കറിയാം. അവരെല്ലാം പെങ്ങന്മാരെ പോലെ കാണുന്നു. എന്നിട്ട് അരിനാട് കൊണ്ടുപോയിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നീ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. ക്യാമ്പ് 2 ദിവസം റിഹേഴ്സലൊക്കെ നടത്തി. ക്യാമ്പിൽ വേറെ ആരും പോയില്ല, നീ മാത്രമല്ലേ പോലെ. ക്യാമ്പ് എന്ന് പറഞ്ഞാൽ 10-20 പേരല്ലേ, അല്ലെങ്കിൽ 25 പേര് അഭിനയിക്കാം. ഇത് നിങ്ങൾ രണ്ടുപേരും തനിച്ചു പോയെന്ന്. തനിച്ചെന്നാണ് കാതരൻ പറഞ്ഞത്. കള്ളം പറയരുത്. തനിച്ചല്ലടാ പോയത്. സത്യമായിട്ട് കാതരൻ കള്ളം പറഞ്ഞാണ്. ഞാന് ഈ കുട്ടി ഉണ്ടായിരുന്നു, മൊയ്തീൻ ഉണ്ടായിരുന്നു, പിന്നെ പ്രൊഡക്ഷൻ്റെ 2 പയ്യന്മാരുണ്ട് ഫുഡ് വെച്ചാൽ. ഇത്രയും പേരും കൂടെ പോയത്. അതെ, അപ്പൊ 4 പേര്. അപ്പൊ കൺട്രോളർക്ക് അഭിനയിക്കാൻ നോക്കേണ്ട കാര്യമുണ്ടോ? ഫുഡ് നിനക്ക് ഉണ്ടാക്കി തരാൻ 2 പേരെ കൊണ്ടുവന്നു. പിന്നെ എന്തോ ഇതെന്തോ പിക്നിക്കാ? ഇതാണോടാ ക്യാമ്പ്? ഒരു പെണ്ണുമായിട്ട് പോണതാണോ ക്യാമ്പ്? നിന്റെ ക്യാമ്പ് കാമ്പടിച്ചളയിക്കളെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ആ പെണ്ണെന്ത് പറഞ്ഞു? നീ ഒറ്റയ്ക്ക് എന്തിനു പോയി സംസാരിച്ചു? അല്ല, ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ചില്ല. അത് വീട്ടിലെ ഒരുപാട് വിഷമങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്തൊക്കെ വിഷമം? ആ വീട്ടിലെ വിഷമങ്ങൾ പറ. എൻ്റെ അച്ഛൻ എന്ത് മദ്യപിച്ചിട്ട് വീട്ടിൽ വന്ന് ഭയങ്കര ബഹളമാണ്. എൻ്റെ അമ്മ എടുത്തിട്ട് അടിക്കും. എൻ്റെ അമ്മ അടിക്കുന്നതിന് നീ വിചാരിച്ച് അപചരിക്കാൻ പറ്റുമോ? വെള്ളം അടിച്ചിട്ട് അയാൾ ബഹളം ഉണ്ടാക്കുന്നത് നീ ആരും ഇവിടെ സാമൂഹ്യ പരിഷ്കർത്താവാ? ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാ? അല്ല. പിന്നെ അങ്ങനെ വീട്ടിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമാണ്. സാർ എന്നെ രക്ഷിച്ചു. അപ്പൊ നീ ജീവിതം കൊടുക്കാൻ തീരുമാനിച്ചു? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. പിന്നെ ജീവിതം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഈ സിനിമ ശരി, ഇതെല്ലാം ഞാൻ വിശ്വസിക്കുന്നു. നീ എന്തിന് പ്രേമലേഖനം കൊടുത്തു? ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. പ്രേമലേഖനം കൊടുത്തായില്ലേ? സത്യമായിട്ട് ഞാൻ കൊടുത്തില്ല. കൊടുത്തായില്ലേ? കൊടുത്തു. എന്തിനു കൊടുത്തു? സിമ്പതി ഉണ്ടോ? ഇല്ല. പിന്നെ അത് ജീവിതം കൊടുക്കാന്ന് എഴുതി എന്തിന്? പറഞ്ഞ നീ ജീവിതം കൊടുക്കും? അവസാനമായിട്ട് അവളെ എവിടെ വെച്ചാണ് നീ കാണുന്നത്? ലൊക്കേഷനിൽ വെച്ച് തന്നെ. 7 ദിവസം മുമ്പ്. ശരി, ഒരാളെ കൊല്ലുന്നതിന് അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. നീ കഴുത്ത് ഞെരിച്ചാണോ കൊന്നത്, അതോ കെട്ടിത്തൂക്കിയാണ്? ഏതാണ് നിനക്ക് എളുപ്പം? ഒരാളെ കൊല്ലാൻ പറഞ്ഞ നീ ഏതായിരിക്കും ആദ്യം ചെയ്യണം? ഞാൻ ഇപ്പൊ പറയാണ്, ചുമ്മാ അവനെ കൊല്ല്. ഒരു കുഴപ്പം പിടിച്ച തീവ്രവാദിയെ കൊല്ലാൻ പറഞ്ഞാൽ നീ എങ്ങനെ കഴുത്ത് ഞെരിച്ച് കൊല്ലോ, അതോ അവനെ പിന്നെ അവൻ്റെ കത്തിയിട്ട് കുത്തി കൊല്ലുക? നീ ആലോചിക്കണത് ഏതാണ് ബെറ്റർ എന്ന് നീ ആലോചിക്കുകയാണ്. അപ്പം തന്നെ നിന്റെ വൃത്തിയിട്ടവനാണ് കണ്ണു കേട്ടോ. സത്യം പറ, എന്തിനു കൊല്ലും? എൻ്റെ കൈ മെനക്കെടുക്കാതെ എനിക്ക് വയ്യായിരിക്കും. സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ, എനിക്കൊന്നും അറിയത്തില്ല സാറേ. പിന്നെ പ്രേമലേഖനം കൊടുത്തു, അത് ഞാൻ ആര്യനായിട്ട് ഒഴിഞ്ഞ സ്ഥലത്ത് വെച്ച് സംസാരിച്ചു. ഈ 2 കാര്യങ്ങളേ ഉള്ളൂ. ഇവളെന്തിനു പോയി എന്നുള്ളത് നിനക്ക് ഒരു ഊഹവും. എനിക്കറിയത്തില്ല. മൊയ്തീനുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളുണ്ട്. അത് തുറന്നു. എനിക്ക് സംശയമുണ്ട്. മൊയ്തീൻ എനിക്ക് സംശയമുണ്ട് സാറേ. മൊയ്തീന്റെ കൂട്ടുകാരനാണ്, പക്ഷെ മൊയ്തീൻ എനിക്ക് സംശയമുണ്ട്. അത് പറ. മൊയ്തീൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ഹേട കൂടെ എന്റെ തലയെ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മൊയ്തീനാണ് ആദ്യമായിട്ട് ഇതേപോലെ ഒരാളുണ്ടെന്ന് പറഞ്ഞ് കാതറിന്റെ അടുത്ത് വരുന്നത്, നിന്റെ അടുത്ത് വരുന്നത്. അത് കഴിഞ്ഞ് ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ക്യാമ്പ് നടത്താന്ന് പറഞ്ഞ മൊയ്തീനാണ് പറഞ്ഞത്. ആണല്ലോ. അപ്പൊ അവന്റെ മനസ്സിൽ വ്യക്തമായ പ്ലാൻ ഉണ്ട്. ആണല്ലോ. ആണ്. അന്ന് 7 ദിവസം മുമ്പ് ഇവിടെ വർക്ക് പാക്കപ്പ് ആയല്ലോ. അന്ന് ഇവളുടെ കൂടെ ആരാണ് പോയത്? അത് നീ ഓർത്ത് പറഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കാം. സാറേ ഞാൻ പറയാം സാറേ, ഞങ്ങളന്ന് ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവളെന്തിനാ ഇവിടെ ഫൈറ്റ് മാസ്റ്റർ അല്ല, ഇവിടെ പിടിച്ചോണ്ട് സീനാണ്. ഇവളെ പിടിച്ചോണ്ട് ഇപ്പം ഫൈറ്റ് സീൻ ആ സമയത്ത് ആ കുട്ടി അപ്പഴിന്റെ കയ്യിൽ ഒരു മുറിവ് പറ്റിയായിരുന്നു. മുറിവ് പറ്റിയപ്പോൾ കാണാം ഈ മൊയ്തീൻ വന്ന് ഫൈറ്റ് മാസ്റ്ററിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. അവർ തമ്മിൽ ഭയങ്കര ബഹളമായി. അന്ന് അത് ഒരു വാക്കുകാർക്കായി ഉണ്ടും തള്ളുമൊക്കെ ആയി മൊയ്തീനും ഫൈറ്റ് മാസ്റ്ററുമായിട്ട്. ഈ കുട്ടിയുടെ കയ്യിൽ മുറിവ് പറ്റിയപ്പോൾ
അതിനുശേഷം അന്ന് ഈ മുറിവ് പറ്റിയപ്പം അവൻ ഒരു ഭ്രാന്തന്മാർ ഒരു പെണ്ണിന്റെ കയ്യിൽ മുറിവ് പറ്റുമ്പോ ഡയറക്ടർ എന്ന നിലയിൽ നീ ചോദിച്ചാ? സാർ ഞാൻ ചോദിച്ചു സാറേ, ഞാൻ ചോദിച്ചപ്പോൾ മൊയ്തീൻ എൻ്റെ അടുത്ത് നിങ്ങൾ ഇത് ഇടപെടണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവൻ ചെയ്തത്. അവൻ എന്തോ ഒരു ഭ്രാന്തമായ ആവശ്യത്തോടു കൂടിയാണ് അവിടെ പെരുമാറിയത്. ശരി, എന്നിട്ട് അവൻ ആശുപത്രി കൊണ്ടുപോയി ഇവന്റെ വണ്ടിയിലാണ് പോയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം അല്ലെങ്കിൽ മരുന്ന് വെച്ചോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അപ്പൊ അവസാനമായിട്ട് അവൾ ഇവിടുന്ന് പോയത് മൊയ്തീന്റെ വണ്ടിയിലാണ്. അതെ, മുറിവ് പറ്റിയിട്ടാണ് ഇവർ രണ്ടുപേരും, വേറെ ആരുമില്ലല്ലോ? വേറെ പോയില്ല, ഡ്രൈവർ ഉണ്ടായിരുന്നു കൂടെ. ഡ്രൈവർ ഉണ്ടായിരുന്നു. ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിന്റെ പരിക്കുളക്കെ ഞാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നിന്റെ കുരവള ഞാൻ പിടിച്ചു. എനിക്ക് ഒരു തെറ്റ് പറ്റി സാറേ, ഞാൻ കുട്ടിയുടെ അച്ഛനെ പറഞ്ഞത് എന്റെ തെറ്റാണ്. അത് ഞാൻ അതിന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഡെഡ് ബോഡി നീ വല്ലതും കണ്ടാ? ഡെഡ് ബോഡി കണ്ടാ? ഇല്ല, കണ്ടില്ല. മരിച്ചെന്ന് ഉറപ്പായില്ല. മരിച്ചെന്ന് ഡെഡ് ബോഡി കണ്ടില്ല എന്ന് പറഞ്ഞാൽ മരിച്ചെന്ന് ഉറപ്പാണേടാ. അത് ചോദിച്ചോണ്ട് ഞാൻ പേടിച്ച് പറഞ്ഞോണ്ട് ഒരു സാറേ എല്ലാം പേടിയാണ്. ഞാൻ ഇതൊരു സ്റ്റേഷനിൽ പോലും കയറിയിട്ടില്ല സാറേ. സ്റ്റേഷനിൽ കയറാല്ല, ഇനിയിപ്പോ എന്നും കയറി ഇറങ്ങി നടക്കാടാ, എന്നും കയറി ഇറങ്ങി നടക്കാം. നീ എന്നും ഒപ്പിട്ടിട്ട് പോകേണ്ടി വരും. എന്റെ കരിയർ നശിപ്പിക്കില്ല സാർ. എന്റെ കരിയർ നശിച്ചു കഴിഞ്ഞു. അങ്ങനെ പറയില്ല സാർ. ഈ ഒരൊറ്റ കാര്യം, ഈ പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇടിച്ച് നിന്റെ ബോഡി ഞാൻ മറവ് ചെയ്യും. ഞാൻ ഈ പറഞ്ഞതൊന്നും മൊയ്തീനോട് പറയല്ലേ സാറേ. എടാ, പോലീസിന് അതിൻ്റെതായിട്ടുള്ള സ്റ്റൈലുണ്ട്, അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. പറഞ്ഞില്ലേ? ആണല്ലോ. എന്നിട്ട് വേണം അവനെ എല്ലാ പടത്തിനും നീ വയ്ക്കാൻ. അതിന് നിന്നെ മാരക ശരി, വടിവാളില്ലടാ. ഇതല്ല, എനിക്ക് വടിവാള് കണ്ടാ എനിക്കറിയാം. താഴത്തിട, ആവശ്യം വരുമ്പോ പുറത്തെടുക്കാം അല്ലേ? വടിവാള് അല്ല സാർ, സാർ ഇത് ലൈറ്റ് ഉണ്ടാണ് സാർ സിനിമയിലെ. അവരോട് എനിക്ക് ചോദിക്കണ്ട, പഠിപ്പിക്കണ്ട. യൂണിറ്റിൽ ആരെങ്കിലും ഞാൻ മടക്കി